ഇന്ന് ഭാരതത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം, അല്ലെങ്കിൽ പക്ഷേ ഒരു വാർഷികത്തിൻ്റെ ആരംഭം കൂടിയാണ് അല്ലേ. 75-ാം വാർഷിക ദിനം, ഭരണഘടനയുടെ 75-ാം വാർഷിക ദിനമാണ് ഇന്ന്. പാർലമെന്റ് ഇന്ന് സംയുക്ത സമ്മേളനം ചേരും. പഴയ പാർലമെന്റ് മന്ദിരമായ സംവിധാൻ സദനിലെ സെൻട്രൽ ഹാളിലാണ് സഭ ഇന്ന് സമ്മേളിക്കുക. രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരെല്ലാം സമ്മേളനത്തെ ഇന്ന് അഭിസംബോധന ചെയ്യും. ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേർന്നു. ഗൗതം, ഇന്നലെ പാർലമെന്റ് ചേർന്നു, പക്ഷേ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ പഴയ പാർലമെന്റ് മന്ദിരത്തിലെ സെൻട്രൽ ഹാളിൽ വീണ്ടും ഒരു സംയുക്ത സമ്മേളനം നടക്കാൻ പോകുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് രാജ്യത്തിനെ സംബന്ധിച്ച്. എങ്ങനെയാണത്? വീണ, ഇന്നിപ്പോൾ വളരെ പ്രാധാന്യമുള്ള, രാജ്യത്തെ നിലനിർത്തുന്ന ഭരണഘടന നിലവിൽ വന്നതിൻ്റെ, അല്ലെങ്കിൽ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിൻ്റെ 75-ാമത്തെ വാർഷികം ആണ് ഇന്നത്തെ ദിവസം. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്കാണ് നമ്മുടെ രാജ്യത്ത് തുടക്കം കുറിക്കുന്നത്. നമുക്കറിയാം, 1949 നവംബർ മാസം 26-ാം തീയതിയാണ് ഭരണഘടനാ സഭ നമ്മുടെ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുന്നത്. പിന്നീട് ജനുവരി മാസം 26-ാം തീയതി റിപ്പബ്ലിക് ദിനത്തിൽ അത് നിലവിൽ വന്നു എന്നതാണ് ചരിത്രം. അങ്ങനെയുള്ള ഭരണഘടന ഈ രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഘടനയാണ്. പിന്നീട് 1975-നും 77-നും ഇടയിൽ അതേ ഭരണഘടന നമ്മുടെ ജനങ്ങൾക്ക് വിഭാവനം ചെയ്യുന്ന എല്ലാ പൗരാവകാശങ്ങളും ഇന്ത്യയുടെ ഭരണകാലത്ത് മരവിപ്പിക്കപ്പെടുകയും രാജ്യം ഒരിക്കലും ആഗ്രഹിക്കാത്ത, അതല്ലെങ്കിൽ ഈ രാജ്യത്തേക്ക് കടന്നു വന്ന അധിനിവേശ ശക്തികളിൽ നിന്നും പിടിച്ചെടുത്ത സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് നഷ്ടപ്പെടുന്ന അടിയന്തരാവസ്ഥയുടെ ചരിത്രവും എല്ലാം ഈ രാഷ്ട്രം കണ്ടതാണ്. അങ്ങനെ അടിയന്തരാവസ്ഥയെ എല്ലാം അതിജീവിച്ചുകൊണ്ട് നമ്മുടെ രാജ്യം ഇപ്പോഴും മുന്നോട്ട് പോകുന്നുവെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നത് ഭരണഘടന തന്നെയാണ്. അങ്ങനെ ബാബാ സാഹിബ് അംബേദ്കർ വിഭാവനം ചെയ്ത ആ ഭരണഘടനാ സഭ അംഗീകരിക്കപ്പെട്ടതിൻ്റെ 75-ാം വാർഷികത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് മുതൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾക്ക് തുടക്കമാകും. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതിയ പാർലമെന്റ് മന്ദിരത്തിൻ്റെ, അടുത്ത കാലത്ത് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിച്ച പുതിയ പാർലമെന്റ് മന്ദിരത്തിന് മുൻപിലാണ്. പക്ഷേ ഇന്നത്തെ സമ്മേളനം ചേരുന്നത് സംവിധാൻ സഭ എന്ന് ഇപ്പോൾ പേരിട്ടിരിക്കുന്ന പഴയ പാർലമെന്റ് മന്ദിരത്തിലാണ്. ആ ചരിത്രമുറങ്ങുന്ന സെൻട്രൽ ഹാളിലേക്ക് വീണ്ടും മുഴുവൻ എംപിമാരും ഇന്ന് എത്തുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ ലോക്സഭയുടെയും അതോടൊപ്പം തന്നെ രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തോടു കൂടിയാണ് ഈ ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിൻ്റെ 75-ാം വാർഷിക ആഘോഷങ്ങൾക്ക് തുടക്കമാകുക. സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്യും. ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമാണ് ഇന്നിപ്പോൾ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുക. ഇതുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ മറ്റൊരു വിവാദം രൂപപ്പെടുന്നത്, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും പ്രസംഗിക്കാൻ അവസരം നൽകണം എന്നാവശ്യപ്പെട്ട് ഇന്ത്യ മുന്നണി ഇന്നലെ രാഷ്ട്രപതിക്ക് ഒരു നിവേദനം സമർപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ തീരുമാനമെടുക്കേണ്ടത് ലോക്സഭാ സ്പീക്കറാണ്. ഈ വിഷയത്തിൽ എന്ത് തീരുമാനം സ്പീക്കർ എടുക്കുമെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. എന്തായാലും ഈ സമ്മേളനത്തെ ഈ 3 പ്രമുഖ വ്യക്തിത്വങ്ങൾ, ഭരണഘടനയുടെ പ്രധാനപ്പെട്ട പദവികൾ അലങ്കരിക്കുന്ന രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. 11 മണിക്കാണ് സഭ പഴയ പാർലമെന്റ് മന്ദിരത്തിന്റെ സെൻട്രൽ ഹാളിലേക്ക് വീണ്ടും ചേരുന്നത്. അതോടുകൂടി ഈ 75-ാം ഭരണഘടന അംഗീകരിക്കപ്പെട്ടതിന്റെ 75-ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമാകും. വീണ.